BJPയെ താഴെ ഇറക്കാൻ രാജ്യത്തെ തൊഴിൽരഹിതരായ യുവതിയുവാക്കൾ മാത്രം മതി. രാജ്യത്തെ തൊഴിലില്ലാത്തവരിൽ 83% യുവാക്കളാണെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത്. 2000 മുതൽ 2022 വരെയുള്ള കണക്കാണ് റിപ്പോർട്ടിലുള്ളത്. തൊഴിലില്ലായ്മ അനുഭവിക്കുന്ന 83% യുവാക്കളിൽ 10ാം ക്ലാസ്സിന് മുകളിൽ വിദ്യാഭ്യാസം നേടിയവർ 65.7% പേരുണ്ടെന്നാണ് കണക്കുകൾ പറയുന്നത്. 10ാം ക്ലാസ് പൂർത്തിയാക്കിയ യുവാക്കളിലെ തൊഴിലില്ലായ്മ നിരക്ക് 2018 വരെയുള്ള കണക്കുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇരട്ടിയായി വർദ്ധിച്ചിട്ടുണ്ട്. ദരിദ്രരായ വിദ്യാർത്ഥികൾ സ്കൂളിൽ നിന്നും കോളേജുകളിൽ നിന്നും പഠനം നിർത്തിപ്പോകുന്ന പ്രവണതയും മാറ്റമില്ലാതെ തുടരുകയാണ്. ഇന്ത്യയിൽ തൊഴിലാളികൾക്ക് ലഭിക്കുന്ന കൂലിയുടെ നിരക്കിനും കാര്യമായ വ്യത്യാസമുണ്ടായിട്ടില്ല. അസംഘടിത മേഖലകളിൽ തൊഴിലാളികൾക്ക് മിനിമം കൂലിയേക്കാൾ കുറഞ്ഞ കൂലിയാണ് ലഭിക്കുന്നത്. 2009-നും 2019-നും ഇടയിൽ യുവാക്കളുടെ തൊഴിലവസരങ്ങൾ ഗണ്യമായി വർദ്ധിക്കുകയും കോവിഡ് മഹാമാരി പടർന്നു പിടിച്ച വർഷങ്ങളിൽ കുറഞ്ഞതായും റിപ്പോർട്ടിൽ തന്നെ പറയുന്നു. കാർഷിക മേഖലയിൽ തൊഴിലവസരങ്ങൾ ഗണ്യമായി കുറഞ്ഞെന്നും കാർഷികേതര മേഖലയിൽ തൊഴിലവസരങ്ങൾ വർദ്ധിച്ചുവെന്നും കണക്കുണ്ട്. കാർഷിക മേഖലയിലെ തൊഴിലാളികൾ പ്രധാനമായും നിർമ്മാണ മേഖലയിലേക്കാണ് മാറിയത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ധനമന്ത്രി നിർമ്മല സീതാരാമനും കൊട്ടിഘോഷിക്കുന്ന വീരവാദങ്ങളുടെ പൊള്ളത്തരം ഒരിക്കൽ കൂടി വെളിപ്പെടുന്ന റിപ്പോർട്ടാണിത്. ഇന്ത്യ ലോകത്തെ 3ാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയാകുമെന്നും സാമ്പത്തിക വളർച്ചാ നിരക്ക് കുതിക്കുന്നു എന്നൊക്കെയാണ് ഇരുവരും ദിവസേന കൊട്ടിഘോഷിക്കുന്നതും തട്ടിവിടുന്നതും. ഈ അവകാശവാദങ്ങൾ പൊളിച്ചെടുക്കുന്നതാണ് ഈ റിപ്പോർട്ട്. കഴിഞ്ഞ 5 വർഷത്തിനിടെ തൊഴിൽ മേഖലയിൽ ഒരു വളർച്ചയും ഉണ്ടായിട്ടില്ല. ഏതാനും വർഷത്തിനിടെ 90 ലക്ഷം തൊഴിലാളികൾ നഷ്ടപ്പെട്ടു. 25 വയസ്സിൽ താഴെയുള്ള ബിരുദധാരികൾക്കിടയിൽ തൊഴിലില്ലായ്മ 42%. കേന്ദ്ര സർക്കാർ ആഘോഷമായി നടത്തിയ തൊഴിൽ മേളകൾ തട്ടിപ്പായിരുന്നുവെന്നും ഈ കണക്കുകൾ വിളിച്ചു പറയുന്നു. സ്ഥിര വരുമാനവും തൊഴിൽ സുരക്ഷയും ആഗ്രഹിക്കുന്ന യുവജനങ്ങൾ പ്രതീക്ഷയോടെയാണ് ഉറ്റുനോക്കുന്നത് സർക്കാർ സർവീസിലെ തൊഴിലവസരങ്ങൾ. പ്രതിവർഷം 2 കോടി പേർക്ക് തൊഴിൽ നൽകുമെന്ന് വാഗ്ദാനം നൽകി അധികാരത്തിലേറിയവർ 10 വർഷം രാജ്യം ഭരിച്ചപ്പോഴത്തെ യഥാർത്ഥ ചിത്രമാണ് ILO റിപ്പോർട്ടിലൂടെ വെളിപ്പെട്ടത്. അഭ്യസ്തരായ തൊഴിൽ രഹിതർ പോലും കരാർ തൊഴിലും തൊഴിലുറപ്പ് ജോലിയും തേടി അലയേണ്ട സാഹചര്യമാണുള്ളത്. അഭ്യസ്ത വിദ്യരുടെ സ്ഥിതി ഇതാണെങ്കിൽ മറ്റുള്ളവരുടെ കാര്യം പറയേണ്ടതില്ലല്ലോ. മോദി ഭരണത്തിൽ വളർന്നത് കോർപ്പറേറ്റുകളും അതിസമ്പന്നരും മാത്രം. ഇനിയെങ്കിലും അതറിഞ്ഞ് പ്രതികരിക്കേണ്ട സമയമായി.